ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അനേകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അതെല്ലാം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം നടത്തുക. ഇനിയും ബാക്കി പറയട്ടെ. കസറത്തു തൗബത്തി വൽ ഇസ്തിഗ്ഫാരി ലൈലൻ വനഹാരൻ. ഈ മഹാന്മാരെല്ലാവരും പണി എന്താന്നായിരുന്നോ? രാപ്പകലുകളിൽ ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്ന പണിയായിരുന്നു. അത് അധികമാക്കും. രാവിലും പകലിലൊക്കെ അധികമാക്കുന്ന അള്ളാഹുവിന് മാപ്പിരക്കുക, പക്ഷാതപിക്കുക. നമ്മളോ ആലോചിക്കണം. നമ്മൾ രാവും പകലെന്താ പണി? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നത് പോയിട്ട് നമ്മൾ നടത്തുന്നുണ്ടോ സംശയമാണ്. തോബ ചെയ്യുന്നുണ്ടോ സംശയമാണ്. ഇവർ എപ്പോഴും തോബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ലിശുഹൂദിഹിം അന്നഹും ലാ യസ്ലമൂന മിനൽ ദംബി ഫീ ഫഇലിൻ മിനൽ അഫ്ആലി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പാപത്തെ തൊട്ട് അവർ രക്ഷപ്പെടും എന്നവർക്കറിയില്ല. അപ്പൊ രക്ഷപ്പെടാത്തവരാണ് എന്നവർ എന്താ അറിഞ്ഞു. ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ തെറ്റുകൾ വന്നേക്കാം. ആ തെറ്റിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയൂല. അങ്ങനെ രക്ഷപ്പെടൂല എന്നൊരറിവ് അവർക്കുണ്ടായി. ഹത്താബി ത്വാഅത്തിയും, അവർ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ പോലും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ പോലും അവർക്ക് എന്താണ്, ചെയ്ത ഇബാദത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാവും. തെറ്റിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയൂല എന്നൊരു അറിവ് അവർക്കുള്ളത് കൊണ്ട് എന്തു ചെയ്യും? ഈ തോബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കും. അപ്പൊ നിസ്കാരം, നോമ്പ് ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താലും അവിടേക്ക് ഓരെന്ത് ചെയ്യും? ഇസ്തിഗ്ഫാറും തോബയും അധികരിപ്പിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിലും ഏത് ഇബാദത്തിലാണെങ്കിലും ആ ഖുശൂഅത്തോടുള്ള ചുരുക്കം വന്നു. മുറാഖബത്തില്ലാഹി തആല ഫീഹ. ഇബാദത്തിൽ അള്ളാഹു അവരെ നിരീക്ഷിക്കുന്നുണ്ട്. ആ വിഷയത്തിലും അള്ളാഹിനെ കുറിച്ചുള്ള നിരീക്ഷണത്തിലും അവന്റെ ഭക്തിയിലുള്ള കുറവും, ഇതിലൊക്കെ വന്ന കുറവുകൾ അനേകമുണ്ട്. അതിനെ തൊട്ടൊക്കെ അവർ മാപ്പിരക്കും. കാരണം ഭക്തി തന്നെ വേണം. നിസ്കാരം ശരിയാവണം, ഇബാദത്ത് ശരിയാവണമെങ്കിൽ ഭക്തി വേണം എന്നതാണല്ലോ അതിന്റെ ആത്മീയമായ ചിന്ത. ബാഹ്യമായിട്ട് ഫിഖിന്റെ ഭാഗം നോക്കുമ്പോൾ ശരിയാകുമെങ്കിലും അതിന്റെ സമ്പൂർണതയും പരിപൂർണതയും കൂലൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഖുശൂ വേണം. അള്ളാഹിനെ കുറിച്ചുള്ള പേടി അതിൽ വേണം. അതില്ലെങ്കിൽ കുറവ് തന്നെയാണ്. ആ കുറവ് തെറ്റാണ്. ആ തെറ്റിനെ തൊട്ട് അവർ മാപ്പിരക്കും. വഖദ് ദറജ അലാ ദാലിക സലഫു ഖിലാഫു മാ അലൈഹി ഗാലിബു മുത്തസഫിഫത്തി ആദി സമാൻ അല്ലദി നഹ്നു ഫീഹി. നമ്മൾ ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനത്തെ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന സൂഫിസം നടച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. സൂഫിയാക്കളെന്ന് പറയും. അവരിൽ അനേകം പേരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതിന് നേരെ എതിരായിട്ടൊന്നു ഈ പറഞ്ഞ രൂപത്തിലായിരുന്നു സലഫുകളൊക്കെ കടന്നുപോയത്. അപ്പൊ അവരൊക്കെ ഇസ്തിഗ്ഫാറും തോബയും അധികരിപ്പിക്കുന്നവരായിരുന്നു. ഇന്ന് കുറെ സൂഫിയാക്കൾ അണിഞ്ഞൊരുങ്ങി നടക്കണൊക്കെ ഉണ്ട്. അവര് പറഞ്ഞ ഗസറത്തു തോബയും ഇസ്തിഗ്ഫാറും ഇല്ല. ഹത്താ ഇന്നി സമഅതു മറത്തൻ ബഅദഹും. ഈ കാലഘട്ടത്തിലുള്ള ചില സൂഫിയാക്കളെ പറ്റി ഒരിക്കൽ ഞാൻ കേട്ടു. യഖൂലു, ആ ബഅദ് പറയാണ്, നഹ്നു ഖൗമുൻ ലാ ദുനൂബ അലൈനാ ബിഹംദില്ലാഹി തആല എന്ന്. അല്ലാഹു തആലാന്റെ ഹംദ് കൊണ്ട് പറയട്ടെ, ഞങ്ങളെ മേൽ യാതൊരു തെറ്റുമില്ല, ഞങ്ങൾ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ശുദ്ധന്മാരാണ് എന്ന് പറയുന്നതായിട്ട് ബഅദിനെ കേട്ടപ്പോ വഖുൽതു ലഹു വകൈഫ. ആ ബഅദിനോട് ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഒരു തെറ്റുമില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ്. കാലാ ബഅദ് പറയാണ്, അന്നനാ നശ്ഹദു അന്നല്ലാഹ തആല ഹുവൽ ഫാഇലു ലാ നഹ്നുന. നമ്മൾ സാക്ഷി നിൽക്കുന്നു എന്ത്? അള്ളയാണ് എല്ലാം പ്രവർത്തിക്കുന്നവൻ, നമ്മളൊരു പ്രവൃത്തിയും ചെയ്യണില്ലല്ലോ, ഒക്കെ അള്ള തന്നെയാണ്, അവൻ കുറ്റം നമുക്കില്ലല്ലോ എന്നാണ് ഈ അർത്ഥപ്രകാരമാണ് സംസാരിച്ചത്. ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ആ വാദിനോട് പറയാണ്, ഇതൻ വജബ അലൈക്കൽ ഇസ്തിഗ്ഫാറു വതൗബത്തു. എന്നാൽ ഇപ്പോഴേ നിന്റെ മേലിൽ ഇസ്തിഗ്ഫാറും തോബയും നിർബന്ധം ചെയ്യണമെന്നാണ്. കാനലി അന്നക ഹദംത ജമീഅ അർക്കാനി ശരീഅത്തി. ശരീഅത്തിന്റെ എല്ലാ തൂണുകളും ഇപ്പൊ നീ പൊളിച്ചു കളഞ്ഞു. വഅബ്തൽത ഹുദൂദഹ. അതിന്റെ എല്ലാ അതിർത്തികളും നീ വാത്തിലാക്കി. അതുകൊണ്ട് നീ എന്ത് വേണം? തോബയും ഇസ്തിഗ്ഫാറും നടത്തണം. കാരണം നീ ഒന്നും ചെയ്യണില്ല, ഒക്കെ ചെയ്യണ അള്ളയാണ് അറിഞ്ഞു. അപ്പൊ നിനക്കൊരു പണിയില്ല, ഒക്കെ അള്ളാഹ്ക്ക് തന്നെ ഉള്ളു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? വാസ്തവത്തിൽ അടിമകൾ ചെയ്യേണ്ടത് അടിമ ചെയ്യണ്ട, അത് ചെയ്യണില്ലല്ലോ. അപ്പൊ അടിമക്കൊരു പ്രവൃത്തി ഇല്ലാന്നുള്ള വാദമുണ്ട്, അത് ശരിയല്ല.
അത് തെറ്റാണ്. അതിന് ഇസ്തിഗ്ഫാറും തോബയും നടത്തണം എന്ന് പറഞ്ഞു. വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ബാദിനെ വിളിച്ചിട്ട് പറയാണ്, ലോ കുന്തു അന ദാ സുൽത്താൻ, ഞാനെങ്ങാനും ഇസ്ലാമിക നിയമപരമായി ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ ഇതുപോലുള്ള കള്ളസൂപ്പിയുടെ പെരടിയം വെട്ടിമുറിച്ചു പോയിരുന്നു. ഇതുപോലുള്ള കള്ളസൂപ്പിയുടെ തല വാളിന് ഇരയാക്കിയ കളി മാരി വാദം വാദിക്കുകയാണ് ഇവരെന്നാണ്. കാരണം എന്താ, ഇന്നൽ അംബിയ അവർ റസൂല അലൈഹിമുസ്സലാത്തു വസ്സലാം, സർവ അംബിയാക്കളും മുർസലുകളും ജമീ അൽ അക്കാബിരി, മഹാന്മാരായ ഉന്നതന്മാരായ എല്ലാ ആളുകളും, കാനു യശ്ഹദൂന അന്നല്ലാഹ തആല വൽ ഖാലിഖു ലി അഫ്ആലിഹിം, എല്ലാവരും സാക്ഷി നിൽക്കുന്ന എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നവനല്ല ആ വിശ്വാസവൽക്കുണ്ട്. എന്നിരിക്കുമ്പോഴായിരിക്കും അതോടൊപ്പം ഇസ്തഗ്ഫറു, അവർ അള്ളാഹുടെ മാപ്പിരന്നിട്ടുണ്ട്. അപ്പൊ മക്കോ അവർ കരയുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം കരഞ്ഞെന്ന് ചോദിച്ചാൽ ഹത്താനബത്തൽ അശബു മിൻ അൻ ദുമുഇഹിം, അവിടെ കരഞ്ഞ കണ്ണീര് ഭൂമിയിലേക്ക് വീണിട്ട് അവിടെ നനവുണ്ടായിട്ട് ഭൂമി കുതിർന്നതിനാൽ ആ നനവേറ്റിട്ട് സസ്യങ്ങൾ മുളച്ചുപോയി എന്നാ. അത്രത്തോളം കണ്ണീര് കളഞ്ഞു പോയ പ്രവാചകന്മാരുണ്ട്, മഹാന്മാരുണ്ട് എന്നാ. എന്നിട്ട് ഇമാര് വാദം വാദിച്ചാൽ ശരിയാക. ഈ മഹാന്മാർ ഇങ്ങനെയാണ്. എന്നിട്ട് യാതൊരു തെറ്റുമില്ല എന്ന് സൂഫിസം അണിഞ്ഞു നടക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ശരിയല്ല. അത് മനസ്സിലാക്കാം. വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നു, അനാ ഉനബ്ബിഉകും ബിദാഇകും വദവാഇകും, അല്ല നിങ്ങൾക്ക് ഞാൻ വിവരം നൽകട്ടെ, നിങ്ങളുടെ രോഗം അതിനുള്ള ചികിത്സ ഇത് രണ്ടും പറയട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് റസൂൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്ന ദാഅകുമു ദുനൂബ്, നിങ്ങൾക്ക് രോഗം നിങ്ങൾ ചെയ്ത തെറ്റുകളാണ്. വദവാഅകുമുൽ ഇസ്തിഗ്ഫാറു, ആ തെറ്റുകൾക്കുള്ള മരുന്ന് എന്താണെന്നറിയാമോ, അതിന് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഔഷധമാണ്. അപ്പോ പാപം എന്ന് പറയുന്ന മാറാരോഗത്തിന്, മഹാമാരിക്ക് അതിന് പറ്റുന്ന ഔഷധം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ചെയ്തോളി നാം. വഖദ് കാന അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, അൽ അജബു, പുതുമയാവുന്നത് മിമ്മൻ ഒരുത്തനിൽ നിന്നാണ്. അങ്ങനത്തെ ഒരുത്തൻ യഖ്നതു, അദ്ദേഹം എന്താവുന്നു ആശമുറിയാണ്. ഒമേവുൻ നജാത്ത്, എത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ രക്ഷയുണ്ട്. എന്നിരിക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയുന്ന ആൾക്കാരുണ്ട്. അത്തരം വിഭാഗത്തു നിന്നാണ് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നത് എന്നാണ്. ഫൈൻ തീര ലഘു, അങ്ങനെ അവനോട് പറയപ്പെടുകയാണെങ്കിൽ ഒമാഹിയൻ നജാത്തു, എന്താണ് അലിയാർ തങ്ങളോട് ചോദിച്ചപ്പെട്ടു. വൈദൻ തീര ലഘു, ആ സമയത്ത് അലിയാർ തങ്ങൾ ചോദിക്കപ്പെടുകയാണ്, ഒമാഹിയൻ നജാത്തു, എന്താണ് അവന്റെ കൂടെയുള്ള രക്ഷ എന്ന് ചോദിച്ചു. യഖൂലു, മഹാൻ പറയുന്നു അലിയാർ തങ്ങള്, കസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക തന്നെ അതിനുള്ളതായിരിക്കുന്ന രക്ഷ. അപ്പൊ ഇസ്തിഗ്ഫാർ രക്ഷയുടെ മാർഗമായി. മഹാൻ പറയുന്നു, മനസ്സിൽ തെറ്റുപാട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് വലിച്ചെറിയണം. അങ്ങനെ മനസ്സ് വേദനയോട് കൂടി അത് മനസ്സിൽ നിന്ന് എടുത്തെറിയാതെ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലി, ആ ഇസ്തിഗ്ഫാർ വാസ്തവത്തിൽ തോബത്തുൽ കദ്ദാബീന, കളവ് പറയുന്ന ആൾക്കാരുടെ പക്ഷാതാപമാണ് എന്ന്. വകാന യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ യുനാജില്ലാഹ തആല, പടച്ച റബ്ബിനോട് സംഭാഷണം നടത്തുമായിരുന്നു. എങ്ങനെ? റളിയല്ലാഹു തആല, അല്ലാഹു തആലാനോട് മുനാജാത്ത് നടത്തുന്നു. എന്തുകൊണ്ട്? ബിഖൗലി, അള്ളാന്റെ വാക്കുണ്ട്, ഇന്ന ഇബ്ലീസ ലക അദുവ്വുൻ വഹുവ ലനാ അദുവ്വുൻ. ആരെ വാക്ക് എന്ന് ചോദിച്ചാൽ യഹ്യ തങ്ങളെ വാക്കെടുത്ത്. അപ്പൊ യഹ്യ തങ്ങൾ തന്റെ വാക്കുകൊണ്ട് അള്ളാഹിനോട് മുനാജാത്ത് നടത്തുന്നു. ഇന്ന ഇബ്ലീസ ലക അദുവ്വുൻ വഹുവ ലനാ അദുവ്വുൻ, നിനക്ക് ശത്രുവാണ് ഇബ്ലീസ്, ഞങ്ങൾക്കും ശത്രുവാണ് ഇബ്ലീസ്. വലാ തുഈദുഹു ബിശൈഇൻ, ഒരു വസ്തു കൊണ്ടും ശൈത്താനെ നീ ദേഷ്യം വെപ്പിച്ചിട്ടില്ല. ഒരു വസ്തു അങ്കാലഹു, അത് അവനെ ഏറ്റവും നിഷേധിക്കുന്നതാണ്, അവനെ ഏറ്റവും ഇൻകാർ ചെയ്യുന്നതും വെറുക്കുന്നതുമാണ്. അങ്ങനെയുള്ളതായ ഒരു സംഗതി കൊണ്ടും നീ അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല. എന്തിനേക്കാളും മിൻ അഫ്വിക അന്നാ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയുണ്ടോ അത് നീ അഫ്വാക്കുന്നുണ്ട്, മാപ്പാക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയൊരു വെറുപ്പ് ശൈത്താനില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ മാപ്പിറക്കണം. എന്ന് മഹാനവർ പറയുമായിരുന്നു. വകാന അബു അബ്ദുല്ലാഹി അന്താഖി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയും ആയിരുന്നു,
എന്താ പറഞ്ഞത്? തെറുക്കുമാശീയത്തിൻ വാഹിദത്തിൻ വൈൻ സൗറത്ത്, എത്ര ചെറുതാണെങ്കിലും ഒരു തെറ്റുപേക്ഷിക്കുക എന്നുള്ളത് അർജാൽ റഹ്മത്തി മിൻ അൽഫി ഹജ്ജ, ആയിരക്കണക്കിന് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും റഹ്മത്തിലേക്ക് ആഗ്രഹിക്കാൻ പറ്റുക ഓരോ ഒറ്റ ചെറിയ തെറ്റായാലും മതി, ആ ഓരോ ഒറ്റ തെറ്റുപേക്ഷിക്കലാണ് എന്ന്. വാൽഫി വസുബത്തിൻ, 1000 യുദ്ധം ചെയ്യുന്നതിനേക്കാളും പുണ്യം. വാൽഫി റഖബത്തിൻ അൽ അബ്ദുലില്ലാഹി തആല നടത്തും. ആയിരക്കണക്കിന് അടിമകളെ അള്ളാഹ്ക്ക് വേണ്ടി ഒരടിമ മോചിപ്പിക്കുന്നു. അതിനേക്കാളും 1000 യുദ്ധത്തെക്കാളും 1000 വർഷം ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ 1000 വർഷം 1000 ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യം ഏറ്റവും റഹ്മത്തിലേക്ക് ആഗ്രഹിപ്പിക്കുന്നത് ഒരു തെറ്റൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. വബിരിവായത്തിന് റിപ്പോർട്ടിൽ കാണാം, ഇന്ന തർക്കഗതിപറ്റും വായുധത്തിൻ, ഒരൊറ്റ കളവിനെ ഒഴിവാക്കലാകുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ കരാറിനെ ലംഘിക്കുക എന്നത് ഉപേക്ഷിക്കല്, ഔനനിറത്തിൻ ഇലാമാലായ അനുവദനീയമല്ലാത്ത ഒന്നിലേക്ക് നോക്കുന്നതിനെ തൊട്ട് തടയുക, ആ ഒഴിവാക്കുക എന്നുള്ള കാര്യം എന്താകുന്നു? അർജാ ലിർറഹ്മത്തി വൽ മഗ്ഫിറത്തി മിൻ കസറത്തിൻ നവാഫില്, അധികം സുന്നത്തുകൾ ചെയ്യുന്നതിനേക്കാൾ കൂലി മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. എന്നോടുകൂടെ മാൽക്കതിപത്തി, ഒരു നുണയോടുകൂടെ 1000 സുന്നത്ത് ചെയ്തു. അവന്റെ നിറത്തി വേണ്ടാത്തിലേക്ക് ഒരു നോട്ടം നോക്കി, അതോടുകൂടെ 1000 സുന്നത്ത്. ഖുൽഫുൽ വായതി, അല്ലെങ്കിൽ കരാർ ലംഘനം, ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യലോടുകൂടെ സുന്നത്ത് അധികരിപ്പിക്കലാകുന്നത് എന്നല്ലേ. അപ്പൊ അതോടുകൂടെ ചെയ്യുന്ന പണി എന്താണ്? ഇടങ്ങാറായ പണിയാണ്. പിന്നെ നോക്കുക, വക്കാന സുഫിയാൻ യഖുൽമാൻ പറയുന്നു, ബിഹിം, 4 ആളുകള് ലാ യുബഹിം, അവരെ കൊണ്ട് പ്രശ്നമാക്കൂല, കാര്യമാക്കൂല. ആരാവന്ന്? ആഖിലും, ബുദ്ധിമാൻ, സുഹുദുൻ, സായിദായ ലുക്നൂൻ, എന്താണ് ആഖിലൊന്ന്, സുഹുദുൽ ഖിസിയാനി ബിൽ ജിമാഅ്, ബന്ധപ്പെടുന്ന കാര്യത്തിൽ ആ വള്ളിച്ചാക്കിൽ അണ്ടിണ്ടല്ലോ പൊട്ടിച്ച്, ആ പൊട്ടിച്ചതാ സംഗതി. ആ പൊട്ടിച്ച ആള് എന്താണ്? സുഹദ്. വനുസ്കുൻ നിസായ്, പെണ്ണുങ്ങളുടെ ഹജ്ജ്. തോബത്തിൽ ജുന്തി, പട്ടാളക്കാരന്റെ പക്ഷാതാപം. ഖിറാഅത്തു സിബിയാനി, കുട്ടിയുടെ ഓത്ത്. ഇത്തരം 4 ആൾക്കാരുണ്ട്. ഇതാരും മെയിൻ ചെയ്യാറൊന്നുമില്ല. കാരണം ഒന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ലൈംഗിക ശക്തി നഷ്ടപ്പെടുത്തി കൃത്രിമത്തിൽ കൂടെ. രണ്ടാമത് സ്ത്രീകൾക്കുള്ള റിസ്ക്, ഓരോ ഹജ്ജ് കർമ്മങ്ങൾ കുറവ് വരാറില്ലേ. പിന്നെ തീരെ തോപ, ഒരു പട്ടാളക്കാരനാണ്, അയാൾ തോപ ചെയ്ത് പിന്നെ തെറ്റുകയാണ്. ഖിറാഅത്തു സിബിയാനി, കുട്ടികളെ ഓത്ത്, ഇതൊന്നും പ്രശ്നമാക്കാത്ത ആൾക്കാരായിരുന്നു. ഇത് സുഫിയാൻ സൗരി റളിയല്ലാഹു പ്രശ്നമാക്കൂലായിരുന്നു, അല്ല പറയാ പ്രശ്നമാക്കൂല എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ആത്മാർത്ഥപരമായിട്ടിരിക്കണം, ആത്മാർത്ഥമായ തൗബ ഇസ്തിഗ്ഫാർ വേണം എന്നൊക്കെയാണ് പറയാനുള്ളത്.